السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. اللهم صل وسلم وبارك عليه. ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടരായവരും ഉത്തമ സ്വഭാവത്തിൻ്റെ ഉടമയായവരും ഉമ്മത്തിനെ അത്രമേൽ പരിഗണിക്കുകയും ചെയ്ത അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഗ്ഗെ അൽഹംദുലില്ലാഹ്, കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ ഒരുപാട് വിഷയങ്ങൾ കുറഞ്ഞ സമയങ്ങളിലൂടെയാണെങ്കിലും നമുക്ക് പറയാൻ സാധിച്ചു. അല്ലാഹു നൽകിയ വലിയൊരു തൗഫീഖാണ്. ഈ ദുനിയാവില് കോടാനുകോടി ആൾമാരും ആ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാൻ എന്ന് പറയുന്ന മഹത്തായ അനുഗ്രഹം നൽകിയ ആളുകളാണ് നമ്മളെല്ലാം. മുസ്ലിമായി, മുഅ്മിനായി, അതോടൊപ്പം തന്നെ ആ ഈമാനിന്റെ പൂർത്തീകരണത്തിന് ഏറ്റവും എസൻഷ്യലായ മഹബ്ബത്ത്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ടം, ആ ഇഷ്ടത്തെ ആഗ്രഹിക്കുകയും ആ ഇഷ്ടത്തോടുകൂടെ ഓരോ കാര്യങ്ങളെ പരിഗണിക്കുകയും അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സ് അല്ലാഹു തആല നൽകി. പൂർണ്ണമാണെന്ന അവകാശവാദം ഒരിക്കലും ഇല്ല. കുറച്ചെങ്കിലും അത് ശ്രദ്ധിക്കാൻ മഹാന്മാരായ മുൻഗാമികളുടെ, മഹാന്മാരാകുന്ന സ്വഹാബത്തിന്റെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ ഹബീബായ മുത്തുനബിയെ അവര് അനുകരിച്ചിരുന്നത്, ഇത്തിബാഅ് ചെയ്തിരുന്നത് അത്രമേൽ സുന്ദരമായിട്ടാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു സ്ഥലത്ത് വെച്ച് വുളു ആക്കുമ്പോഴാണ് മഹാനവറുകൾ പെട്ടെന്ന് ആ വുളു ആക്കുന്നതിന്റെ മധ്യേ ചിരിക്കുന്നത്. ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് ഓർമ്മയില്ല. ഏതായാലും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആ ചിരിക്കുന്നത് കണ്ടപ്പോൾ കൂടെയുള്ള ആൾമാര് കേൾക്കുന്നുണ്ട്. എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ വുളൂഇന്റെ ഇടയിൽ ഒരു ചിരി സാധാരണ ചിരിക്കാറില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഹബീബായ തങ്ങളുടെ രണ്ട് പെൺമക്കളുടെ ഭർത്താവായ ദുന്നൂറൈൻ എന്ന് പേരുള്ള ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറയുന്നത്? ഞാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെയുള്ള സമയം
ഇതേ സ്ഥലത്ത് വെച്ച് അന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ആക്കി. ആ വുളു ആക്കിയപ്പോ ആ വുളുഇന്റെ മധ്യേ ഹബീബായ തങ്ങൾ ചിരിക്കുന്നത് ഞങ്ങളും കണ്ടു. ഹബീബായ തങ്ങൾ ചിരിക്കുന്നത് അന്ന് ഞങ്ങൾ നോക്കി. അതുകൊണ്ടാണ് ഞാനും ചിരിച്ചത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നബിയെ തങ്ങൾ എന്തിനാണ് ചിരിച്ചത്? ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞാൻ വുളു ആക്കിക്കൊണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ മുട്ട വന്നുകൊണ്ടൊരു കാര്യം പറഞ്ഞു. എന്താ വന്നു പറഞ്ഞ വിഷയമെന്നറിയോ? തങ്ങളെ അവിടുത്തെ ഉമ്മത്തിനിക്ക് അങ്ങ് സന്തോഷ വാർത്ത അറിയിക്കണം. എന്താ വിഷയാ? അവര് വുളു ആക്കുമ്പോ ആ വുളു ആക്കുന്ന തണ്ണി തടിയിൽ നിന്ന് ഉറ്റി വീഴുന്നതോടെ ആ അവയവങ്ങൾ കൊണ്ടാക്കിയ തപ്പുകൾ അല്ലാഹു മായ്ച്ചു കളയുന്നതാ. ഈ ഒരു സന്തോഷത്തിന്റെ വിഷയം അറിഞ്ഞപ്പോ ഞാനങ്ങ് ചിരിച്ചതാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ തങ്ങൾ ഈ വിഷയ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടെ എന്തിനാ ഉസ്മാൻ തങ്ങൾ ചിരിച്ചത്? ഹബീബായ മുത്തുനബി അന്നവിടെ ചിരിച്ചിട്ടുണ്ടായി. അത്രമേ കാരണം. മുത്തബിഉ സുന്ന എന്ന പേരുള്ള ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങൾ പലപ്പോഴും കേട്ട ചരിത്രം തന്നെയാണ്. ഹബീബായ തങ്ങളെ അവിടുത്തെ ആ പ്രകൃതത്തെ അങ്ങനെ ഒപ്പിയെടുത്തവരാണ്. ഹബീബായ തങ്ങളുടെ നടത്തം, ഹബീബായ തങ്ങളുടെ ഇരുത്തം, ഹബീബായ മുത്തുനബിയുടെ നോട്ടം, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകൃതം, അതിനെ അങ്ങനെ ഫോളോ അപ്പ് ആക്കാൻ വല്ലാണ്ട് ശ്രമിച്ച മഹാൻ ബഹുമാനപ്പെട്ട മുത്തബിഉ സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അവിടുന്നല്ലേ ഒരു നാളിൽ ഇങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്തെത്തിയപ്പോ അദ്ദേഹത്തിന്റെ കുതിരയുടെ മീത്തയാണുള്ളത്. ആ സമയത്ത് അവിടെ അഡയോ തടസ്സമോ ബ്ലോക്കോ ഒന്നുമില്ല. പക്ഷേ ഒരു സ്ഥലത്തെത്തിയപ്പോ തല താഴ്ത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒക്കെയുള്ള ആൾമാര് കേൾക്കുന്നുണ്ട്. എന്തിനാ നിങ്ങൾ തല താഴ്ത്തിയത്? തല തട്ടുന്ന തല താകുന്നതായ ഒന്നും അവിടെയില്ലല്ലോ. ബഹുമാനപ്പെട്ടവര് പറയുന്നുണ്ട്, കുറേ നാൾക്ക് മുമ്പ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ ഈ വഴിയെ യാത്ര ചെയ്തിട്ടുണ്ടായി. അന്നിവിടെ ഒരു മരമുണ്ടായി. ആ മരത്തിൽ നിന്ന് ഒരു ബ്രാഞ്ച്, ഒരു കൊമ്പ് ഈ വഴിയിലേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ടായി. വാഹനത്തിന്റെ മീത്തെ പറ്റി യാത്ര ചെയ്യുന്ന ആൾമാരുടെ തലയിൽ അത് താകും. അതുകൊണ്ടുതന്നെ അന്ന് ആ മരമുള്ള സമയം, ഇന്ന് ആ മരം അവിടെയില്ല. പക്ഷേ അന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇതേ സ്ഥലത്തെത്തിയപ്പോൾ തല താഴ്ത്തിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രേ കാരണം. ആ കാരണം കൊണ്ടാണ് ഞാനും തല താഴ്ത്തിയത്. അതാണ് മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഏതായാലും അവരെല്ലാം മുത്തുനബിയെ ഫോളോ ആക്കിയത്, ഇത്തിബാഅ് ചെയ്തത് എത്രമേൽ സുന്ദരമാ, എത്രമേൽ ഉറപ്പോടുകൂടെയാ. അതിന്റെ അടുക്കലേക്ക് എത്താൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അല്ലാഹുവേ, അവരുടെ കൂടെ നാളെ ഞങ്ങൾക്കും സ്വർഗത്തിലൊരു സ്ഥാനം നൽകണേ അല്ലാ. ഹബീബായ തങ്ങളുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. കഴിഞ്ഞ ദിവസം ഖൈബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ പതാകയും നൽകിയിട്ട് പറഞ്ഞേക്കുന്ന ആ സുന്ദരമായ ഖൈബർ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞു. ജൂതന്മാരുടെ മണ്ണിൽ പോയി ഓരോ കോട്ടകളും പിടിച്ചടക്കി ഖൈബറിൽ വിജയക്കൊടി നാട്ടിയ ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഫദക്ക് എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. എന്നിട്ടോ അവിടെ വാദിൽ ഖുറ എന്ന പ്രദേശത്തെത്തി അവിടെ താമസിക്കുന്ന ആൾമാരോട് ഇസ്ലാമിലേക്ക് വരാൻ അവരെ ക്ഷണിക്കുകയാണ്. അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും സുരക്ഷിതമാ. അതേസമയം അടുത്ത നാളിൽ ജൂതന്മാർ അവരുടെ പക്കലുള്ളത് തിരിച്ചു കൊടുത്തു. എന്നിട്ടോ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് സ്വത്ത് ആ സമയത്ത് ലഭിക്കുകയാണ്. വാദി ഖുറയിൽ വെച്ച് ഹബീബായ തങ്ങൾ തന്നെ ആ സ്വത്തുക്കളെല്ലാം അവിടുത്തെ കൂടെ വന്ന ആൾമാർക്ക് വീതിച്ചു കൊടുക്കുകയാണ്. ഭൂമിയും ഈത്തപ്പഴ തോട്ടങ്ങളും ജൂതന്മാർക്ക് തന്നെ തിരിച്ചു നൽകുകയും ചെയ്തു. എന്നിട്ടോ അവരതിന്റെ നടത്തിപ്പുകാരാക്കുകയും ചെയ്തു. ഏതായാലും ഖൈബർ, ഫദക്ക്, വാദിൽ ഖുറ എന്നീ പ്രദേശത്തുകാർ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു കരാറ്, ഒരു ഉടമ്പടി ചെയ്ത വിഷയം. ഈ വിഷയം തൈമ എന്ന് പറയുന്ന നാട്ടിലെ ആൾമാരറിഞ്ഞപ്പോ അവരും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഒരു സന്ധിയിൽ, ഒരു കരാറിലെത്തുകയാണ്. അവരുടെ സ്വത്തുക്കളുടെ മേലിലുള്ള അവകാശം അവർക്ക് തന്നെ ലഭിക്കുകയും ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിജയ പതാകയുമായി മദീനയിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ അടുത്ത വർഷമായപ്പോൾ ഹിജ്റയുടെ 7-ാം വർഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും കഴിഞ്ഞ വർഷം ഉംറ ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടെ മക്കയിലേക്ക് വരികയും അത് സാധ്യമാകാതെ തിരിച്ചു വരികയും ചെയ്തതും ആ സമയം ഒരു കരാർ, ഹുദൈബിയ എന്ന പേരിൽ ഒരു കരാർ എഴുതുകയും ആ കരാറു പ്രകാരം നെക്സ്റ്റ് ഇയർ നിങ്ങൾ ഉംറയ്ക്ക് വേണ്ടിയിട്ട് വരാമെന്ന് ആ വ്യവസ്ഥയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് അന്ന് ഹബീബായ തങ്ങളും സ്വഹാബത്തും മടങ്ങുന്നത്. ഏതായാലും ഹിജ്റയുടെ 7-ാം വർഷം ദുൽഖഅദ് മാസം ആയപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും അന്ന് ഹുദൈബിയയിൽ ഉണ്ടായ ആ സ്വഹാബത്തുകളുമായി ഉംറ ഖളാ വീട്ടാൻ വേണ്ടി മദീനയിൽ നിന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെടുമ്പോ സ്ത്രീകളും കുട്ടികളുമല്ലാണ്ട് ഹബീബായ തങ്ങളുടെ കൂടെ ഏകദേശം 2000-ഓളം ആൾമാരുണ്ടായിരുന്നു. അങ്ങനെ അവർ വരികയും വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കൂടെ അത്യാവശ്യത്തിന് വേണ്ട ആയുധങ്ങളൊക്കെ ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഖുറൈശികളുടെ ഭാഗത്തു നിന്ന് വന്നാൽ പ്രതിരോധിക്കുക എന്നതിനു വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ദുൽഹുലൈഫയിലെത്തുകയും അവിടെ ചെന്ന് ഇഹ്റാം കെട്ടുകയും ശേഷം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഖസ്വാ എന്ന് പറയുന്ന ഒട്ടകം, ആ ഒട്ടകത്തെ കൊണ്ട് മക്കയുടെ മണ്ണിലേക്ക് കടക്കുകയാണ്. സുബ്ഹാന റബ്ബി. ആ സമയം മക്കയിലുള്ള ഖുറൈശി പ്രമുഖരെല്ലാം കുറച്ചപ്പുറത്തുള്ള ഗുഡ്ഡയുടെ മീത്തെ പോയി അവരെല്ലാം മാറി നിന്നു. കാരണം ഹബീബായ തങ്ങളും അവിടുത്തെ കൂടെയുള്ള ആൾമാർക്കും യാതൊരു കഷ്ടവും കൊടുക്കൂല എന്ന് നേരത്തെ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അവർ മാറി നിൽക്കുകയാണ്. ഏതായാലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് വരികയും അങ്ങനെയതാ തവാഫും സഅയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം 3 നാളത്തോളം മക്കയിൽ തന്നെ താമസിക്കുകയാ. ആ 3 നാൾക്ക് ശേഷമാണ്
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടെ നിന്ന് മടങ്ങുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫത്ഹിലെ 27-ാമത്തെ ആയത്തിലൂടെ പറയുന്നുണ്ട്, ഹബീബായ തങ്ങളുടെ ആ ഒരു സ്വപ്നത്തെ, ആ ഉംറാക്കുക എന്ന കിനാവിനെ, അതിനെ സാക്ഷാത്കരിച്ചുകൊണ്ട് അത് സംഭവിച്ച ആ സംഭവത്തെ കുറിച്ച് അല്ലാഹു തആല പറയുന്നുണ്ട്, ലഖദ് സ്വദഖല്ലാഹു റസൂലഹു الرؤيا بالحق لتدخلن المسجد الحرام إن شاء الله آمنين محلقين رؤوسهم ومقصرين لا تخافون. എന്നിങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ തന്നെ കൃത്യമായി പറയുന്നുണ്ട്. അല്ലാഹു തആല അവന്റെ ദൂതന്റെ സ്വപ്നം, ആ സ്വപ്നമിതാ സാക്ഷാത്കരിച്ചിരിക്കുന്നു. അല്ലാഹു ഉദ്ദേശിച്ചാൽ നിർഭയരായി നിങ്ങളുടെ തല അത് മുണ്ഡനം ചെയ്യുക, അത് മുടി കളയുക. അങ്ങനെ ചെയ്തവരും മുടി വെട്ടിയവരുമായി ആരെയും പേടിക്കാതെ നിങ്ങൾ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇങ്ങനെ തുടങ്ങിയിട്ട് വിശുദ്ധ ഖുർആൻ തന്നെ ആ വിഷയം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഉംറ ഖളാ വീട്ടി ശേഷം മദീനയിലേക്ക് തന്നെ പോവാണ്. അതിൽ പിന്നെ ചെറിയ ചെറിയ സംഘടനകളും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ പിന്നെ പ്രധാനമായും നടന്നത് മുഅ്തത്ത് യുദ്ധമാ. പലപ്പോഴും നമ്മളൊക്കെ കേട്ടതാണ് മുഅ്തത്ത് യുദ്ധം എന്ന് പറയുന്നത്. ഹിജ്റയുടെ 8-ാം വർഷം ജമാദുൽ ഊലയിലാണ് മുഅ്തത്ത് യുദ്ധം നടക്കുന്നത്. ഖൈസറിന്റെ ഭരണ പ്രദേശത്തായിരുന്നു ഷാം എന്ന് പറയുന്ന രാജ്യമുണ്ടായിരുന്നത്. അതായത് റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗം. ആ റോമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമാകുന്ന ഷാമിലെ ഗവർണറായ ഷർഹബീൽ ഇബ്നു അംർ എന്ന് പറയുന്ന ആളുടെ അടുക്കലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ട ഹാരിസ് ഇബ്നു ഉമൈർ എന്ന സ്വഹാബിയെ അയക്കുകയാണ്. എന്തിന്? വിശുദ്ധ ഇസ്ലാമിന്റെ സത്യപാതയെക്കുറിച്ചും അതിന്റെ സുന്ദരമായ ആശയങ്ങളെ പറഞ്ഞ് പരിചയപ്പെടുത്തിയിട്ടുള്ള കത്താണ്. അങ്ങനെ പോകുന്ന ദൂതന്മാരെ, മെസ്സഞ്ചർമാരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട മറുപടി അത് ഓക്കെ ആണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം ആണ് അന്നേ ഉള്ളത്. പക്ഷേ ഇവിടെ ബഹുമാനപ്പെട്ട ഹാരിസ് ഇബ്നു ഉമൈർ എന്നവരെ ഇയാള് പിടികൂടുകയും ബഹുമാനപ്പെട്ടവരെ പിരടിവെട്ടി കൊല്ലുകയും ചെയ്തു. ഇങ്ങനൊരു വിഷയ, അതായത് ഒരു ദൂതനായി പോയ ഒരാളെ കൊന്ന വിഷയ അറിഞ്ഞപ്പോൾ അവർക്കെതിരെ കൃത്യമായി യുദ്ധം ചെയ്യാനും അയാൾ ഒരു മര്യാദ പഠിപ്പിക്കാനും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് റോമിന്റെ മണ്ണിലേക്ക് മുസ്ലിം സൈന്യം ആദ്യമായി കടക്കുന്നത്. ബഹുമാനപ്പെട്ട ഹാരിസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായ, വധിക്കപ്പെട്ട വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാതിലേക്ക് എത്തിയപ്പോ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ആ ഒരു സംഘത്തെ ഷാമിലേക്ക് അയക്കാൻ തീരുമാനിക്കുകയാണ്. നേരത്തെ പറഞ്ഞു, ഹിജ്റയുടെ 8-ാം വർഷം ജമാദുൽ ഊലയിലാണ് ഈ സംഭവം നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ ഒരുക്കി തയ്യാറാക്കുകയാണ്. ഈ യുദ്ധത്തിൽ മുത്തുനബി പോയിട്ടില്ല. ഹബീബായ തങ്ങൾ മദീനയിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
ആളുകളെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കുകയും 3000-ഓളം വരുന്ന ആൾമാരുണ്ടായിരുന്നു. ആ സൈന്യത്തിൽ മഹാന്മാരാകുന്ന സ്വഹാബത്തിലെ പ്രധാനപ്പെട്ട മുഹാജിറുകളും മഹാന്മാരാകുന്ന അൻസ്വാറുകളും അക്കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കെ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യുദ്ധത്തിന്റെ മുന്നിൽ നിൽക്കാനുള്ള പതാക നൽകിയത് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹുവിനാണ്. അദ്ദേഹത്തെയാണ് ആ ജനങ്ങളുടെ അമീറാക്കി മാറ്റുന്നത്. എന്നിട്ട് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സെയ്ദ് എങ്ങാനും മരണപ്പെട്ടാൽ പിന്നെ മുസ്ലിം സൈന്യത്തിന്റെ ലീഡറായിട്ട് വരേണ്ടത് ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ്. പട നയിക്കേണ്ടത് ബഹുമാനപ്പെട്ടവർ വഫാത്തായാൽ, കൊല്ലപ്പെട്ടാൽ ആര് വരണം? അബ്ദുല്ലാഹി ഇബ്നു റബാഹ എന്നവര് മുന്നോട്ട് നിൽക്കണം. എന്നിട്ടോ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, അദ്ദേഹവും വഫാത്തായാൽ, അദ്ദേഹവും മൗത്തായാൽ നിങ്ങൾ മുസ്ലിമീങ്ങൾ ഒരാളെ തെരഞ്ഞെടുക്കണം, നിങ്ങൾക്ക് തൃപ്തിയുള്ള ഒരാളെ തെരഞ്ഞെടുക്കണം. അങ്ങനെ മദീനയിൽ നിന്ന് ആ സൈന്യം വെള്ളിയാഴ്ച ദിവസമാണ് പുറപ്പെടുന്നത്. ഹബീബായ തങ്ങൾ അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ട്. അവര് പോകുന്ന സമയത്ത് ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൂടെ സനിയത്തുൽ വദാ വരെ പോകുന്നുണ്ട്. മദീനയുടെ ബോർഡറാണ്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുന്നുണ്ട്, ഉസീകും ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് അള്ളാഹുവിൽ തഖ്വയുണ്ടാവണം, ആ വിഷയം നിങ്ങളോട് ഞാൻ വസിയത്താക്കുകയാണ്. എന്നിട്ടോ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താ പറഞ്ഞു കൊടുക്കുന്നത്? ഷാമിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അവിടെയുള്ള അള്ളാഹുവിന്റെ ശത്രുവിനോടും നിങ്ങളുടെ ശത്രുവിനോടും നിങ്ങൾ യുദ്ധം ചെയ്യണം. എന്നിട്ടോ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്, അനാവശ്യമായി സ്ത്രീകളെയോ ചെറിയ കുട്ടികളെയോ പ്രായമായവരെയോ നിങ്ങൾ നശിപ്പിക്കുകയോ പ്രയാസപ്പെടുത്തുകയോ ചെയ്യരുത് എന്നു മാത്രമല്ല, വലാ തഖ്തഉ ഷജറ, മരങ്ങൾ വെട്ടി നശിപ്പിക്കാൻ പാടില്ല. പിന്നെയോ നിങ്ങൾ ബിനാഉകളെ, അവിടെയുള്ള അക കുടിലുകൾ, വീടുകൾ, ആ വീടുകളെയും നശിപ്പിക്കരുത്. ഹബീബായ മുത്തുനബിയുടെ നിർദ്ദേശമാണ്. അങ്ങനെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്നതാ സൈന്യം അവരിങ്ങനെ പോയി മഅൻ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അത് റോമിൽപ്പെട്ടൊരു സ്ഥലമാണ് മഅൻ എന്ന് പറയുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോ 10,000-ഓളം റോമക്കാരുമായി ഹിർഖൽ എന്ന രാജാവ് അതാ പുറപ്പെടുകയാണ്. അദ്ദേഹം ഇങ്ങനെ വന്നിട്ട് മുസ്ലിം സൈന്യത്തെ പോരടിക്കാൻ വേണ്ടിയിട്ട്, മുസ്ലിം സൈന്യത്തോട് യുദ്ധമാക്കാൻ വേണ്ടിയിട്ട് അയാള് വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വരുന്ന ആൾമാരിൽ 10,000-ഓളം ആളുകൾ റോം സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും 10,000-ഓളം ആളുകളും അറബികളിൽ തന്നെയുള്ള വ്യത്യസ്ത വിഭാഗങ്ങളും കൂടിയിട്ട് ടോട്ടലായി 20,000 ആളുകൾ ഉണ്ടായിരുന്നു. 20,000-ഓളം ആളുകളാണ് അപ്പുറത്ത് ഓപ്പോസിറ്റ് സൈഡിലുള്ളത്. ഇവിടെയോ മുസ്ലിം ഭാഗത്തോ 3,000-ഓളം ആളുകൾ മാത്രം. അങ്ങനെയാണ് മുഅ്തത്ത് യുദ്ധത്തിന്റെ കളത്തിലേക്ക് എത്തുന്നത്. അവിടെ കാണാം 10,000-ഓളം റോമക്കാരുമായിട്ട് ഹിർഖൽ എന്ന് പറയുന്നവര് ആ രാജാവ് ബൽഖായിൽ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടെന്ന വിവരം ആര്? മുസ്ലിമീങ്ങൾ അറിയാണ്. അതേ സമയം നേരത്തെ പറഞ്ഞില്ലേ, അറബുകളിൽപ്പെട്ട ചില ഗോത്രങ്ങളിൽ നിന്നൊക്കെയായിട്ട് അനവധി പേര് 10,000-ഓളം ആളുകളും ആരുടെ കൂടെ? റോമക്കാരുടെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടിയിട്ട് വരുന്നുണ്ട് എന്ന വിഷയം അറിഞ്ഞപ്പോ സ്വഹാബത്തിന്റെ ഇടയിൽ ഒരു ചർച്ച നടക്കുകയാണ്. എന്താ ചർച്ചയെന്നല്ലേ അവരിങ്ങനെ പറയുന്നുണ്ട്. ചില ആളുകൾ അവര് 10 20,000-ഓളം ആൾമാരുണ്ട്, നമ്മളാകെ 3,000-ഓളം ആൾമാര് മാത്രമാണുള്ളത്. ചില ആളുകൾ പറഞ്ഞു, നമ്മുടെ ശത്രുക്കളുടെ എണ്ണ വലിപ്പം പറഞ്ഞ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു കത്തെഴുതാം,
ഒന്നുകിൽ ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടുതൽ ആൾമാരെ ഇങ്ങോട്ട് അയച്ചു തന്ന് നമ്മളെ സഹായിക്കും. ഇല്ലെങ്കിലോ എന്തെങ്കിലും ഒരു തീരുമാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരും. ആ രീതിയിൽ സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ ചർച്ച നടന്നപ്പോ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ മഹാനവറുകളങ്ങ് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ടവര് ഒരേ സ്വരത്തില് സ്വഹാബത്തിന്റെ മുന്നിൽ സംസാരിക്കുകയാണ്. മാ നുഖാതിലു الناس بعدد ولا قوة ولا كثرة ما نقاتلهم إلا بهذا الدين الذي أكرمنا الله به. നമ്മൾ ആളുകളുടെ മുന്നിൽ നമ്മളുടെ എണ്ണമോ വലിപ്പമോ അല്ലെങ്കിൽ ശക്തിയോ കാണിച്ചുകൊണ്ടല്ല യുദ്ധത്തിന് ഇറങ്ങുന്നത്. പക്ഷേ നമ്മൾ ഇറങ്ങുന്നത് എന്തിനാ? നമ്മെ അല്ലാഹു തആല അനുഗ്രഹിച്ച വിശുദ്ധമായ ഈ വിശ്വാസം, ഈ മതത്തെ മുൻനിർത്തിയ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവര് പറയാണ്, നമുക്ക് മുന്നോട്ടു പോകാം. നമ്മുടെ മുന്നിൽ 2 ഹസനത്തുകളുണ്ട്, 2 ഗുണങ്ങളുണ്ട്. ഒന്നുകിൽ എന്തായിരിക്കും? നമുക്ക് വിജയം ലഭിക്കും, അല്ലെങ്കിലോ നമുക്ക് ഷഹീദാകാം. ഈ രീതിയിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഒരു സംസാരമങ്ങ് നടത്തിയപ്പോ ജനങ്ങൾക്ക് വല്ലാണ്ട് ആവേശമാവുകയാണ്. അവരങ്ങ് മുന്നോട്ട് നീങ്ങുകയാ. ഏതായാലും ബൽഖ എന്ന് പറയുന്ന സ്ഥലത്ത് അതിന്റെ അതിർത്തിയിലെത്തിയപ്പോ റോമക്കാരും അറബികളും അടങ്ങുന്ന വലിയ സൈന്യത്തെ അവർ കണ്ടുമുട്ടുകയാണ്. ആര്? മുസ്ലിമീങ്ങൾ. അങ്ങനെ കണ്ടുമുട്ടിയപ്പോ ശത്രുക്കൾ ഇങ്ങനെ മുന്നോട്ട് വന്നതും മുസ്ലിമീങ്ങളെല്ലാം മുഅ്തത്ത് എന്ന പേരുള്ള പ്രദേശത്തിലേക്ക് നീങ്ങുകയാണ്. അവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൃത്യമായിട്ട് മദീനയിൽ നിന്ന് യുദ്ധം നടക്കുമ്പോൾ അതിങ്ങനെ കാണുന്നുണ്ട്. അല്ലാഹു തആല അവിടത്തേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പറയാം. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ ആ പതാക, ആ ഫ്ലാഗുമായിട്ട് അവിടുന്ന് അതാ മുന്നോട്ട് പോരാടി അതാ യുദ്ധം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ തടിയിൽ ഒരുപാട് കുന്തമേറ്റ് ഒരുപാട് മുറികളായി. അദ്ദേഹം ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് ആ പതാക പിടിച്ച് മരണത്തോടടുത്ത സമയം മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിനിക്ക് ആ പതാക നൽകുകയാ. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹു ആ പതാക പിടിച്ച് യുദ്ധം ചെയ്യുമ്പോ സുബ്ഹാനല്ലാഹ്, മഹാനായ ജഅഫർ തങ്ങള് അവിടുന്നതാ വല്ലാണ്ട് തളർന്നു പോയപ്പോ കുതിരപ്പുറത്തു നിന്ന് ചാടി ഇറങ്ങുകയാ. അങ്ങനെ യുദ്ധം ചെയ്യുമ്പോ അദ്ദേഹത്തിന്റെ ബലത്തെ കയ്യിന് വെട്ടേറ്റു. ആ കയ്യങ്ങ് മുറിഞ്ഞു പോയി. എങ്കിലും ആ പതാക വിട്ടില്ല, ഇടത്തെ കയ്യിൽ പിടിക്കുകയാണ്. അവിടെ കാണാം ബഹുമാനപ്പെട്ടവരുടെ ഇടത്തെ കയ്യും അതാ വെട്ടേറ്റ് മുറിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ആ പതാക ഉള്ളത് കൊണ്ട് കൂട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. അവസാനമത് ബഹുമാനപ്പെട്ടവർ വെട്ടേറ്റ് അതാ അവിടെ വീടുമ്പോ മഹാനവറുകൾക്ക് ആകെ 33 വയസ്സാണ് പ്രായം. ബഹുമാനപ്പെട്ടവരുടെ തോളിന്റെയും അതുപോലെ തന്നെ നെഞ്ചിന്റെയും ഇടയിലായി വാളുകൊണ്ടും അതിന്റെ വെട്ടേറ്റതും കുന്തം കൊണ്ട് കുത്തേറ്റതുമായിട്ട് 90ഓളം മുറിവുകൾ കാണാം. എല്ലാം മുൻഭാഗത്ത് തന്നെയായിരുന്നു. ആ രീതിയിൽ ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങള് അവിടുന്നതാ ഇസ്ലാമിന്റെ പതാക പിടിച്ചു മരണം വരെ പോരാടുകയാ. അവിടെ കാണാം
ബഹുമാനപ്പെട്ട ജഅഫർ തങ്ങൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വെട്ടേറ്റ് അവിടുന്ന് മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന സമയം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തണ്ണിയുമായിട്ട് മഹാനവറുകളുടെ മുട്ടപ്പൂവാണ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വെള്ളം വേണ്ടേ? മഹാനായ ജഅഫർ തങ്ങൾ പറഞ്ഞ മറുപടി, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാ, എനിക്ക് നോമ്പുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളാ തണ്ണിയെ എന്റെ തലന്റെ ഭാഗത്ത് വെച്ചോളി. ഇൻ കേസ് മഗ്രിബിന്റെ സമയം, ആ നോമ്പ് തുറക്കേണ്ട സമയം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ ആ വെള്ളം കൊണ്ടെനിക്ക് നോമ്പ് തുറക്കാമല്ലോ. ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ സൂര്യാസ്തമയത്തിന്റെ മുമ്പ് തന്നെ അവിടുന്ന് ഷഹീദാവുകയാ. അങ്ങനെയതാ മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ പതാക സ്വീകരിക്കുകയാണ്. അദ്ദേഹവും മുന്നോട്ട് നടക്കുകയാ. മഹാനവറുകളോട്, സുബ്ഹാന റബ്ബി, അവിടുത്തെ തടിയാകെ ശുഷ്കിച്ചിട്ടുണ്ട്, തടിയാകെ പോയിട്ടുണ്ട്. കൂടെയുള്ള ആളുകൾ പറയുന്നുണ്ട്, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാം. മഹാനവറുകൾ കുറച്ചു മാത്രം കഴിച്ചു. ബാക്കി സമയം കൂടെ ഇസ്ലാമിന് വേണ്ടി ഗോദയിലിറങ്ങുകയാ. ആ രീതിയിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വാളുമേന്തി അവിടുന്ന് ഷഹീദാകുന്നത് വരെ യുദ്ധം ചെയ്യുകയാ. ഈ സംഭവങ്ങളെല്ലാം മദീനയിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ഹബീബായ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങളും ഹബീബായ തങ്ങൾ അവിടുന്ന് ഇങ്ങനെ കാണുന്നത് പോലെ അവിടെ സംഭവിച്ച ഓരോ കാര്യങ്ങളും, സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായത്, ജഅഫർ തങ്ങൾ വഫാത്തായത്, അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായത്, അതാ തർത്തീബോടുകൂടെ ഹബീബായ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ടോ ശേഷമതാ സ്വഹാബത്ത് ഐക്യകണ്ഠേന അവര് തിരഞ്ഞെടുക്കുന്നത് ബഹുമാനപ്പെട്ട ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെയാ. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകളിലേക്ക് ഇസ്ലാമിന്റെ പതാക കൈമാറുമ്പോ സുബ്ഹാനല്ലാഹ്, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നുണ്ട്, അങ്ങനെ മഹാനരായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്തായി കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ റായത്ത്, ഇസ്ലാമിന്റെ പതാക, അള്ളാഹുവിന്റെ സൈഫുകളിൽപ്പെട്ട സൈഫും മിൻ സുയൂഫില്ലാഹ്, അള്ളാഹുവിന്റെ വാളുകളിൽപ്പെട്ട വാള്, ആ അള്ളാഹുവിന്റെ തൽവാറുകൾപ്പെട്ട തൽവാർ ആരാ? മഹാനരായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൈകളിൽ കിട്ടുന്നതാ. ഏതുവരെ? വിജയം വരിക്കുവോളം മഹാനവറുകള് യുദ്ധത്തിന് മുന്നിൽ നിന്ന് ലീഡ് ചെയ്യുന്നതാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെയല്ലേ നടന്നത്? ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിൽ വലിയ തന്ത്രശാലിയാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് പതാക സ്വീകരിച്ചുകൊണ്ട് പോരാടുകയാണ്. ബഹുമാനപ്പെട്ട ഒരു നല്ല ധീരനാണ്, ബുദ്ധിമാനാണ്, നല്ല യുദ്ധതന്ത്രം അറിയാവുന്നവരാണ്. മുസ്ലിം സൈന്യത്തെയും കൊണ്ട് അദ്ദേഹം അതാ ശത്രുക്കൾക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക്, ശത്രുക്കൾ വടക്ക് സൈഡിലാണ്, പക്ഷേ തെക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോ രാത്രി സമയമായപ്പോ ജനങ്ങളെല്ലാം പിരിഞ്ഞു, ഇരുകൂട്ടരും സമാധാനത്തിലായി. ഇനിയോ അങ്ങോട്ട് പോയി പോരാടുന്നതിൽ മഹാനവറുകൾ ഒരു നന്മ കാണുകയാണ്. അങ്ങനെ ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ തന്ത്രം കാരണത്താൽ റോമൻ സൈന്യത്തെ മുസ്ലിം സൈന്യം കീഴടക്കുകയാണ്. മുസ്ലിമീങ്ങളെ പേടിച്ച് റോമൻ സൈന്യം യുദ്ധത്തിൽ നിന്ന് പിന്മാറി മടങ്ങിപ്പോവുകയാ. സുബ്ഹാനല്ലാഹ്.
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നത് കാണാം. നേരത്തെ പറഞ്ഞില്ലേ, 2 കൈകളും വെട്ടിപ്പോയി ഇസ്ലാമിന്റെ വിജയ പതാക നെഞ്ചോട് ചേർത്തു വെച്ചവരാ. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, സ്വർഗത്തിൽ ഇഷ്ടമുള്ളിടത്ത് പാറി നടക്കാൻ അതിന് കഴിയുന്ന രീതിയിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ 2 കൈകൾക്ക് ബദലായിട്ട് 2 ചിറകുകളും 2 റെക്കകളും അള്ളാഹു നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ആ പേരിലും അതാ 2 ചിറകുള്ള ആൾ എന്ന പേരിൽ വിളിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, മഹാന്മാരാകുന്ന അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, സെയ്ദ് റളിയല്ലാഹു അൻഹു, അവരെല്ലാം മുന്നിൽ നിന്ന് നയിച്ച ഇസ്ലാമിന്റെ യുദ്ധം. ആ യുദ്ധത്തിൽ ആകെ ഇസ്ലാമിന്റെ മുസ്ലിം പക്ഷത്തു നിന്നും 12 ആൾമാര് മാത്രമാണ് ഷഹീദായത്. അതേസമയം റോമൻ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും 20,000-ഓളം വരുന്ന ശത്രുക്കളാ. ഇവിടെയോ ആകെ 3,000-ഓളം വരുന്ന മുസ്ലിമീങ്ങളാ. അതിൽ 20,000-ഓളം വരുന്ന ആൾമാരിൽ സുമാർ ആൾമാര്, ഒരുപാട് ആളുകൾ മരിച്ചുപോയി, അവരെല്ലാം കൊല്ലപ്പെട്ടുപോയി എന്നു കാണാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്നതാ ഈ യുദ്ധം കഴിഞ്ഞു വരുന്നവർക്ക് വലിയ സമാധാനമായി അവര് വരുന്നത്. ഹബീബായ തങ്ങൾ പറയാണ്, ഇവര് പേടിച്ചോടിയവരല്ല, ഇവര് ചാടി ആക്രമിക്കുന്നവരാ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സൈന്യത്തെ പുകഴ്ത്തിയിട്ടതാ മദീനയിലേക്ക് സ്വാഗതം ചെയ്യുകയാ. ആ രീതിയിൽ മുഅ്തദ് യുദ്ധം റോമൻ മണ്ണിൽ വലിയ വിപ്ലവം ഉണ്ടാക്കുകയും റോമക്കാരുടെ മനസ്സിൽ വലിയ പേടി സൃഷ്ടിക്കുകയും ചെയ്ത യുദ്ധമാ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞ വാക്കുപോലെ എല്ലാം സംഭവിച്ചത് നമ്മളിവിടെ കാണുകയാണ്. ഈ രീതിയിൽ ഇസ്ലാമിന്റെ ഓരോ പടികളും മുന്നോട്ട് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു വിഷയങ്ങളെല്ലാം പറയാം. മുഅ്തദ് യുദ്ധമാണ് ഇന്ന് പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ കഴിഞ്ഞ് അടുത്ത വർഷത്തിൽ ഹജ്ജ് ഉംറ ചെയ്യാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാം മനസ്സിലാക്കുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവചരിത്രമാണ്. ആ ചരിത്രം അറിഞ്ഞിരിക്കൽ മുഅ്മിനിന്റെ മഹബ്ബത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ രീതിയിൽ ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്നുവരെ നമ്മളെടുത്ത ക്ലാസ്സുകൾ ഇങ്ങനെ പരിഗണിക്കുമ്പോൾ ഹബീബായ മുത്തുനബിയുടെ അജ്ജമാര് തുടങ്ങിയിട്ട്, അവിടുത്തെ ഉപ്പ തുടങ്ങിയിട്ട്, അവിടുത്തെ ചെറിയ കുട്ടിക്കാലം മുതൽ, അവിടുന്ന് വളർച്ചയുടെ ഓരോ ഘട്ടം മുതൽ ഇന്ന് ഹിജ്റയുടെ 8-ാം വർഷം വരെ നമ്മൾ എത്തിയിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനി കുറഞ്ഞ വിഷയങ്ങൾ കൂടെ പറഞ്ഞ് മക്കം ഫതഹും വഫാത്തുൻ നബിയും ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാനുണ്ട്. ക്ലാസ് 22-ാമത്തെ ക്ലാസ് ആണ്, 22. ഇനി നമുക്ക് 8 ക്ലാസ് ആണ് ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ കൂടെ അതിന്റെ മധ്യ, അല്ലെങ്കിൽ വഫാത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞ സാത്തുക്ക് സ്വഹാബത്തിനെ കുറിച്ചും അതുമായി അനുബന്ധമായ വിഷയങ്ങൾ കൂടെ പറഞ്ഞ് നമുക്ക് ഈ വർഷത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അള്ളാഹു കബൂലാക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ. ക്ലാസ് കേൾക്കുന്ന സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ എല്ലാവർക്കും അള്ളാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. കുടുംബത്തിൽ അള്ളാഹു തആല ഐശ്വര്യം നൽകട്ടെ. രോഗങ്ങൾ അള്ളാഹു തആല ശിഫ നൽകട്ടെ. മനസ്സിന് അള്ളാഹു തആല സന്തോഷവും സമാധാനം നൽകട്ടെ. വീട്ടിൽ അള്ളാഹു തആല വലിയ ബറക്കത്ത് ചെയ്യട്ടെ. ജോലികൾ അള്ളാഹു തആല വലിയ ലാഭവും അഭിവൃദ്ധി നൽകട്ടെ. കുടുംബങ്ങളിൽ അള്ളാഹു തആല വലിയ ഇസ്സത്ത് കൊടുക്കട്ടെ. അള്ളാഹുവെ, നീ പൊരുത്തപ്പെട്ട, നീ ഇഷ്ടപ്പെട്ട, നീ ഞങ്ങൾക്കെല്ലാവർക്കും ഖൈറായ നിലക്കുള്ള ജീവിതത്തിന്റെ മാർഗം തുറന്നു നൽകണേ അല്ലാഹ്. ഹബീബായ മുത്തുനബിയുടെ മഹബത്തിലായി ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ബേജാറുകൾ, അള്ളാഹുവെ, അസുഖങ്ങൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ റബ്ബേ അതിനെ തൊട്ടൊക്കെ ഞങ്ങളെ ഇനി കാത്തുരക്ഷിക്കണേ അല്ലാഹ്. പേടിക്കപ്പെടുന്ന, ബേജാറാകുന്ന, മറ്റുള്ള ആൾമാർ നോക്കുമ്പോൾ ബേജാറാകുന്ന രീതിയിലുള്ള രോഗങ്ങൾ തൊട്ട് ഞങ്ങൾ ശിഫയായ ഞങ്ങളെല്ലാം കാത്തുരക്ഷിക്കണേ അല്ലാഹ്. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗത്തിന്റെ റിസൾട്ടുകളിൽ ടെസ്റ്റ് റിസൾട്ട് കണ്ട് ബേജാറായിക്കുന്ന ആൾമാരൊക്കെ ഉണ്ട് റഹ്മാനെ, അവർക്കെല്ലാം നീ ഖൈറായ നിലക്കുള്ള ഷിഫ നൽകണേ അല്ലാഹ്. റഹ്മാനെ, ട്രീറ്റ്മെന്റുകളെല്ലാം നീ വിജയത്തിലാക്കി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് ഖൽബിൽ നീ
ഈമാൻ ജാസ്തിയാക്കി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മഹബത്ത് ജാസ്തിയാക്കി തരണേ അല്ലാഹ്. റഹ്മാനെ റബ്ബേ, നീ പൊരുത്തപ്പെട്ട, നീ ഇഷ്ടപ്പെട്ട നല്ല ആളുമാർ ഞങ്ങളെ കൊണ്ട് ഉൾപ്പെടുത്തണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഖൽബിലേക്ക് മരിക്കാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ ഭാര്യമാര്, മക്കൾ, ഉപ്പ, ഉമ്മ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും നീ ഖൈർ, ബറക്കത്ത്, സലാമത്ത് നൽകണേ അല്ലാഹ്. രോഗങ്ങളുള്ളവർക്കെല്ലാം നീ ശിഫ നൽകണേ അല്ലാഹ്. برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين.